അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 73-ാമത്തെ ശ്ലോകം മുതൽ സമർപ്പണ ശ്ലോകമായ 87 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. സൂത ഉവാച തച്ഛ്രുത്വാ വചനം വിഷ്ണോർദാനവൗ ചാതി വിസ്മിതൗ വഞ്ചിതാവിതി മന്വാനൗ തസ്ഥതു ശോകസംയുതൗ വിചാര്യ മനസാ തൗ തു ദാനവൗ വിഷ്ണുമൂചതു പ്രേക്ഷ്യ സർവം ജലമയം ഭൂമിം സ്ഥലവിവർജിതാം ഹരേ യോയം വരോദത്തസ്ത്വയാ പൂർവം ജനാർദ്ദന സത്യവാഗസി ദേവേശ ദേഹി തം വാഞ്ഛിതം വരം നിർജ്ജലേ വിപുലേ ദേശേ ഹനസ്വ മധുസൂദന വധ്യാവാം തു ഭവതാ സത്യവാഗ് ഭവ മാധവ സ്മൃത്വാ ചക്രം തദാ വിഷ്ണുസ്താവുവാച ഹസൻ ഹരി ഹന്യദ്യവാം മഹാഭാഗൗ നിർജ്ജലേ വിപുലേ സ്ഥലേ ഇത്യുക്ത്വാ ദേവദേവേശ ഊരു കൃത്വാതിവിസ്തരൗ ദർശയാമാസ തൗ തത്ര നിർജ്ജലം ച ജലോപരി നാസ്ത്യത്ര ദാനവൗ വാരി ശിരസി മുഞ്ചതാമിഹ സത്യവാഗഹമദ്യൈവ ഭവിഷ്യാമി ച വാം തഥാ തദാകർണ്യ വചസ്തഥ്യം വിചിന്യ മനസാ ച തൗ വർദ്ധയാമാസ തുർദേഹം യോജനാനാം സഹസ്രകം ഭഗവാൻ
ദ്വിഗുണം ചക്രേ ജഘനം വിസ്മിതൗ തദാ ശീർഷേ സന്ദധതാം തത്ര ജഘനേ പരമാദ്ഭുതേ രഥാംഗേന തദാ ഛിന്നേ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ ജഘനോപരി വേഗേന പ്രകൃഷ്ടേ ശിരസി തയോ ഗതപ്രാണൗ തദാ ജാതൗ ദാനവൗ മധുകൈടഭൗ സാഗര സകലോ വ്യാപ്തസ്തദാ വൈ മേധസാ തയോ മേദിനീതി തതോ ജാതം നാമ പൃഥ്വ്യാ സമന്തതാ അഭക്ഷ്യ മൃത്തികാ തേന കാരണേന മുനീശ്വരാഃ ഇതി വ കഥിതം സർവം യൽപൃഷ്ടോസ്മി സുനിശ്ചിതം മഹാവിദ്യാ മഹാമായ സേവനീയ സദാ ബുധൈ ആരാധ്യാ പരമാശക്തി സർവൈരപി സുരാസുരൈഃ നാഥ പരതരം കിഞ്ചിദധികം ഭുവനത്രയേ സത്യം സത്യം പുനഃ സത്യം വേദശാസ്ത്രാർത്ഥനിർണയ പൂജനീയാ പരാശക്തിർനിർഗുണ സഗുണാധവാ ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ നവമോऽധ്യായ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ഭാഷാഗാനമായി തർജ്ജമ. അത് നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായം 73 മുതൽ 87 കൂടിയുള്ള ശ്ലോകങ്ങളുടെ തർജ്ജമയാണ് ഇപ്പോൾ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിഷ്ണുവിൻ്റെ വാക്കു കേട്ടു വിസ്മയിച്ചു അസുരരും, വഞ്ചിതരായി നമ്മൾ രണ്ടും ദുഃഖിതരായി. എവിടെയും ജലമാണ്, ജലമില്ലാതിടമില്ല. അതു കണ്ടു ആലോചിച്ചു അവർ പറഞ്ഞു, ജനാർദ്ദന ഞങ്ങൾക്കു നീ വരം നൽകാം എന്നു ചൊല്ലി ജലജനാഭാവരത്തെ ഇപ്പോൾ നൽകുക. ജലമില്ലാ സ്ഥലത്തു നീ ഞങ്ങളെ കൊന്നിട വേണം. കൊല്ലാനാകും, സത്യം പറയുന്നവനാകും. പെട്ടെന്നു ശ്രീ മഹാവിഷ്ണു സുദർശനത്തെ സ്മരിച്ചു, പുഞ്ചിരിച്ചു ദൈത്യരോടായി ഏവം പറഞ്ഞു, മഹാഭാഗന്മാരെ നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളെയും ജലമില്ലാത്തിടത്തു വച്ചു കൊല്ലുന്നുണ്ട്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇതു ചൊല്ലി വിഷ്ണു തന്റെ തുടയെ വിസ്തൃതമാക്കി, ജലമില്ലാ സ്ഥലമാക്കി കാണിച്ചു മെല്ലെ. ദാനവരെ ഇവിടെ ജലഭൂമില്ല, നിങ്ങൾക്കിനി ദേഹം വെടിഞ്ഞിടാം ഒട്ടും വൈകാതെ തന്നെ. ഞാനും ഇപ്പോൾ സത്യം പറയുന്നവനായി മാറും നൂനം, നിങ്ങളും അതുപോലവേ ആകുക ഇപ്പോൾ.
സത്യമായ വാക്കു കേട്ടു ഇരുവരും ശരീരത്തെ 1000 യോജന വലുപ്പമുള്ളതാക്കി. ഭഗവാനാം വിഷ്ണു അപ്പോൾ തന്നുടയ തുടയെയും ഇരട്ടി വിസ്തൃതമാക്കി മാറ്റിയ ദൂതം. അതു കണ്ടു ദൈത്യന്മാരോ അവരുടെ ശിരസിനെ അച്യുതന്റെ തുട തന്നിൽ വച്ചു. അന്നേരം കാമരൂപിയായ വിഷ്ണു തുടയ്ക്കുമേൽ വച്ച തല ചക്രത്താലെയുടൻ തന്നെ മുറിച്ചുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മധുകൈടഭന്മാരുടെ ജീവനപ്പോൾ നഷ്ടമായി. മഹാബ്ധിയിൽ ദൈത്യമേധസാകെ പരന്നു. അതിനാലെ ഭൂമിക്കാകെ മെദിനി എന്ന പേരുണ്ടായി. അതിനാലെ മണ്ണു തിന്നാൻ യോഗ്യമല്ലാതായി. അറിയാനായി നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി വ്യക്തമായി വേണ്ട പോലെ ഞാനും പറഞ്ഞു. വിദ്വാൻമാരാൽ സദാ ഉപാസിക്കപ്പെടുന്നതാം മൂർത്തി മഹാവിദ്യാസ്വരൂപിണി മഹാമായ താൻ. ദേവദൈത്യർക്കെല്ലാവർക്കും ആരാധ്യ താൻ പരാശക്തി. അതിനുമതീതമായ ശക്തി വേറെയില്ല. സത്യം സത്യം ഇതു സത്യം വേദശാസ്ത്രങ്ങൾക്കുമെന്നും നിത്യമാം സത്യമീത സമ്മതവുമത്രേ. സഗുണമാം ഭാവത്തിലോ നിർഗുണമാം ഭാവത്തിലോ സദാ പൂജിക്കേണ്ടവൾ താൻ ഈ പരാശക്തി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളീ ശരണം, വാണീ ശരണം, ഭദ്രകാളീ ശരണം, ഭദ്രകാളീ ശരണം, ഭദ്രകാളീ ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് ഇന്ന് 61ാമത്തെ ദിവസമാണ്. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 9ാമത്തെ അധ്യായത്തിൽ 73 മുതൽ
87 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും. സൂതൻ പറയണു, തക്ഷുത്വാ വചനം വിഷ്ണോർ ദാനവോ ചാതിവിസ്മിതവും വഞ്ചിതാവിധി മന്വാനോ തസ്ഥതു ശോകസംയുതോ. വിഷ്ണു എന്താ പറഞ്ഞത്? നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അങ്ങനെയാണ്. എന്നിൽ സന്തോഷിച്ച നിങ്ങൾ എനിക്ക് ബദ്ധ്യരായി തീരണം. ഇത് കേട്ടപ്പോഴോ 2 ദാനവന്മാർക്കും കാര്യം മനസ്സിലായി. അവർക്ക് വിഷമായി. അവർ വിസ്മയത്തോടുകൂടി, കാരണം എന്താ, തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കണു. അവർക്ക് വല്ലാത്ത ശോകമുണ്ടായി എന്ന് പറയുന്നു. വിചാര്യ മനസാ തൗ തു ദാനവൗ വിഷ്ണുമോചതു പ്രേക്ഷ്യ സർവം ജലമയം ഭൂമിം സ്ഥലവിവർജിതാം. എല്ലായിടത്തും വെള്ളമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, ജലമില്ലാത്ത ഭൂപ്രദേശം ഒരു സ്ഥലത്തുമില്ല. അവർ രണ്ടുപേരും നല്ലോണം ആലോചിച്ചു. എന്നിട്ട് വിഷ്ണുവിനോട് അവർ പറയുന്നു, എന്താ പറഞ്ഞത്? ഹരേ യോയം വരോദത്തസ്ത്വയാ പൂർവം ജനാർദ്ദന സത്യവാഗസി ദേവേശ ദേഹി തം വാഞ്ചിതം വരം. ജനാർദ്ദന, ഭഗവാനെ വിളിക്കുകയാണ്. നീ നേരത്തെ ഞങ്ങൾക്ക് വരം നൽകാമെന്ന് പറഞ്ഞില്ലേ, ആ വരം തരൂ. നീ സത്യം പറയുന്നവനല്ലേ, ആ വരം ഞങ്ങൾക്ക് തരൂ എന്ന് പറയുന്നു. ഹേ മധുസൂദന, നിർജ്ജലേ വിപുലേ ദേശേ ഹനസ്വ മധുസൂദന വധ്യാവാം തു ഭവത സത്യവാഗ്ഭവ മാധവ. എന്താ നീ വരം തരാന്ന് പറഞ്ഞത്? നിനക്ക് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് തരാന്ന് പറഞ്ഞില്ലേ? ഞങ്ങളെ കൊല്ലണം എന്ന ആഗ്രഹം നീ പറഞ്ഞു. ഞങ്ങളെ അങ്ങനെ കൊല്ലുകയാണെങ്കിൽ ജലമില്ലാത്ത ഒരു വിസ്തൃതമായ സ്ഥലത്ത് വെച്ച് ഞങ്ങളെ കൊല്ലണം. ഞങ്ങളെ നിനക്ക് കൊല്ലാൻ സാധിക്കും. എന്നിട്ട് സത്യം പറയുന്നവനായിട്ട് നിൽക്കൂ. എല്ലായിടത്തും ജലമുള്ളത് കൊണ്ട് ജലമില്ലാത്ത സ്ഥലത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുമ്പോൾ അത് സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഉടൻ തന്നെ വിഷ്ണു എന്ത് ചെയ്തു? സ്മൃത്വാ ചക്രം തദാ വിഷ്ണുസ്താവുവാച ഹസൻ ഹരി ഹന്യദ്യവാം മഹാഭാഗോ നിർജ്ജലേ വിപുലേ സ്ഥലേ. വിഷ്ണു സുദർശന ചക്രത്തെ സ്മരിച്ചു, സ്മൃത്വാ ചക്രം. എന്നിട്ടോ ചിരിച്ചും കൊണ്ട് ഭഗവാൻ ഹരി പറഞ്ഞു, മഹാഭാഗന്മാരെ, ഭാഗ്യവാന്മാരെ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇന്ന് ജലമില്ലാത്ത നിർജ്ജലേ വിപുലേ സ്ഥലേ അവിടെ വെച്ച് നിങ്ങളെ കൊല്ലും. ഇത്യുക്ത്വാ ദേവദേവേശ, ദേവദേവേശായിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ജലമില്ലാത്തൊരു സ്ഥലം ഉണ്ടാക്കിയെടുത്തു. തൻ്റെ തുട അതിവിസ്തൃതമാക്കി അങ്ങോട്ട് മാറ്റി. എന്നിട്ട് ഈ തുടയുടെ ഭാഗം ജലത്തിന് മുകളിലായിട്ട് ജലത്തിന് മുകളിൽ ജലമില്ലാത്ത സ്ഥലമാക്കി അവരെ കാണിച്ചു കൊടുത്തു. ദർശയാമാസ തൗ തത്ര നിർജ്ജലം ച ജലോപരി, ജലത്തിന്റെ മുകളിൽ ജലമില്ലാത്തൊരു സ്ഥലമായിട്ട് കാണിച്ചു കൊടുത്തു. ഇത്യുക്ത ദേവദേവേശ, ദേവദേവനായ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. നാസ്ത്യത്ര ദാനവൗ വാരി ശിരസി മുഞ്ചതാമിഹ സത്യവാഗഹമദ്യൈവ ഭവിഷ്യാമി ചവാം തഥാ. ദാനവന്മാരെ, നിങ്ങൾ പറഞ്ഞില്ലേ വെള്ളമില്ലാത്ത സ്ഥലത്ത് വേണമെന്ന്, ഇവിടെ വെള്ളമില്ല. അപ്പോ ഇനി നിങ്ങൾക്ക് ശിരസ് വെടിയാം, നിങ്ങൾക്ക് മരിക്കാം. അപ്പോ ഞാൻ സത്യം പറയുന്നവനായിട്ട് മാറുകയും ചെയ്യും. നിങ്ങളും അങ്ങനെയാവുക. ഞാൻ സത്യം പറയുന്നത് പോലെ നിങ്ങളും സത്യം ചെയ്യുക. ഞാൻ നിങ്ങളെ കൊല്ലണം, അങ്ങനെ ഒരു വരം വേണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ശിരസ് വെടിയാൻ തയ്യാറായിക്കോളൂ എന്ന് പറയുന്നു. തഥാ കർണ്യവചസ്തദ്ധ്യം വിചിന്യ മനസാ ചതൗ വർദ്ധയാമാസ തുർദേഹം യോജനാനാം സഹസ്രകം. ഭഗവാന്റെ വാക്ക് കേട്ടിട്ട് രണ്ടുപേരും വിചിന്യ, നല്ലപോലെ ചിന്തിച്ചു, ആലോചിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? വർദ്ധയാമാസ ദുർദേഹം, അവരുടെ രണ്ടുപേരും ദേഹം അങ്ങോട്ട് വലിപ്പം കൂട്ടി. എത്ര? 1000 യോജന വലിപ്പമുള്ളതാക്കി മാറ്റി. എന്ന് വെച്ചാൽ അതിഭയങ്കരമായ വലിപ്പമുള്ളതാക്കി മാറ്റി. ഭഗവാനോ, ഭഗവാന്റെ ആ തുടയേക്കാൾ വലിപ്പത്തിലാണ് ഇപ്പോ ഈ രണ്ടുപേരുടെയും ശരീരം. ഭഗവാൻ ദ്വിഗുണം ചക്രേ ജഘനം വിസ്മിതൗ തഥാ ശീർഷേ സന്ദധതാം തത്ര ജഘനേ പരമാത്ഭുതേ. വിഷ്ണു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ ജഘനം, തൻ്റെ തുട ഇരട്ടി വലിപ്പമുള്ളതാക്കി മാറ്റി. ദൈത്യന്മാരോ
അവരത്ഭുതപ്പെട്ടു. ആ അത്ഭുതകരമായിരിക്കുന്ന പരമാത്ഭുതേ ജഘനെ, വലിയ അത്ഭുതം എന്ന രീതിയിൽ കാണുന്ന വിഷ്ണുവിൻ്റെ ആ തുടയിലേക്ക് അവര് ശീർഷേ സന്തതതാം, അവരുടെ ശിരസ് ചേർത്ത് വെച്ചു. രഥാംഗേന തദാ ഛിന്നേ വിഷ്ണുനാ പ്രഭവിഷ്ണുന ജഘനോപരിവേഗേന പ്രകൃഷ്ടേ ശിരസീതയോ. ഏത് രൂപവും എടുക്കാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ, അല്ലേ? വിഷ്ണു തൻ്റെ തുടയുടെ മുകളിൽ വെച്ചിരിക്കുന്ന അവരുടെ അതിഭയങ്കരമായിരിക്കുന്ന ആ രണ്ടുപേരുടെയും ശിരസ് ചക്രം കൊണ്ട് രഥാംഗേന തദാ ഛിന്നേ, തൻ്റെ ചക്രം കൊണ്ട് മുറിക്കുകയും ചെയ്തു. അങ്ങനെ മധുകൈടഭന്മാരെ വിഷ്ണു മഹാദേവിയുടെ സഹായത്തോടുകൂടി നിഗ്രഹിച്ചു. ഗതപ്രാണൗ തദാ ജാതൗ ദാനവൗ മധുകൈടഭൗ സാഗര സകലോ വ്യാപ്തസ്തദാ വൈ മേധസാതയോ. അങ്ങനെ ആ മധുകൈടഭന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലേ, അവരുടെ മേധസ് ശരീരം, ആ ശരീരത്തിലുള്ള മേധസ് മുഴുവൻ ഈ സമുദ്രത്തിലെ വെള്ളത്തില് നിറഞ്ഞു എന്ന് പറയുന്നു. അതുകൊണ്ട് മേദിനീതി തതോ ജാതം നാമ പൃഥ്വ്യാ സമന്തത. അതുകൊണ്ട് ഭൂമിക്ക് ഒരു പുതിയ പേര് കിട്ടി. എന്താ? മേദിനി എന്ന് പേര്. അഭക്ഷ്യാ മൃത്തികാതേന കാരണേന മുനീശ്വര. അതുകൊണ്ട് എന്താ, ഈ മേധസ് നിറഞ്ഞതുകൊണ്ട് മണ്ണ് ഭക്ഷണത്തിന് യോഗ്യമല്ലാതായിട്ട് തീർന്നു, ഭൂമി ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തതായി മാറി എന്നും പറയുന്നു. ഇതിവ കഥിതം സർവം യൽ പൃഷ്ടോസ്മി സുനിശ്ചിതം മഹാവിദ്യ മഹാമായ സേവനീയ സദാ ബുധൈ. എന്താണോ അങ്ങ് അറിയാൻ ആഗ്രഹിച്ചു ചോദിച്ചത്, അത് ഞാനിപ്പോൾ ഇതാ വേണ്ട പോലെ സുനിശ്ചിതം, വേണ്ടതുപോലെ പറഞ്ഞു. മഹാവിദ്യ മഹാമായ സേവനീയ സദാ ബുധൈ. അതുകൊണ്ട് വിദ്വാൻമാരായിട്ടുള്ള ആളുകൾ, ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ എപ്പോഴും ഉപാസിക്കപ്പെടേണ്ടവളാണ് മഹാവിദ്യാസ്വരൂപിണിയായിരിക്കുന്ന മഹാമായ എന്ന് പറയുകയാണ് സൂതൻ. ആരാധ്യാ പരമാശക്തി സർവൈരപി സുരാസുരൈ നാദപരതരം കിഞ്ചിദധികം ഭുവനത്രയേ. ദേവന്മാർക്കും അസുരന്മാർക്കും ആരാധ്യയാണ് ഈ പരമമായ ശക്തി, പരാശക്തി. അതിനതീതമായിട്ടുള്ളൊരു ശക്തി. നാദപരതരം കിഞ്ചിത് അധികം ഭുവനത്രയേ, 3 ലോകങ്ങളിലും ഇതിനപ്പുറത്തൊരു ശക്തിയില്ല. സത്യം സത്യം പുനഃസത്യം. ഇത് സത്യമാണ്, സത്യമാണ്, വീണ്ടും പറയണു സത്യം. കാരണം അതിനൊരു മാറ്റമില്ല എന്നാണ്. വേദശാസ്ത്രാർത്ഥ നിർണയ, വേദശാസ്ത്രങ്ങൾക്ക് സമ്മതമായിട്ടുള്ളതാണിത്. പൂജനീയ പരാശക്തി നിർഗുണ സഗുണാധവ. അതുകൊണ്ട് ആ പരാശക്തിയെ സഗുണഭാവത്തിലോ നിർഗുണഭാവത്തിലോ പൂജിക്കേണ്ടവളാണ് ആ ഭഗവതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവീഭാഗവതത്തിലെ ആദ്യത്തെ സ്കന്ധത്തിൽ 9ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. നാളെ നമുക്ക് 10ാമത്തെ അധ്യായത്തോടു കൂടി ആരംഭിക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ
ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല ഭദ്രേ അത്ഭുതമാം ലീല ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ
ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.